ഓണക്കാല വിപണി കീഴടക്കാൻ കുടുംബശ്രീയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി ജില്ലാതല ഓണം വിപണനമേളയ്ക്ക് തുടക്കമായി. കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന മേള നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഓണ നാളുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഓണത്തെ വരവേൽക്കുവാൻ കേരളത്തിലെ മലയാളികളടക്കം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുമടക്കം മുന്നോട്ട് വരുമ്പോൾ കോട്ടയംകാർ ഒരുപടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ കോട്ടയം എന്ന് പറയുന്നത് തിരുനക്കരയിലെ ഹൃദയഭാഗത്തുള്ള തിരുനക്കര ബസ് സ്റ്റാൻഡിലെ ഇന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ വലിയ ഗൗരവത്തോടുകൂടി വലിയ രീതിയിലേക്കുള്ള മുൻപോട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ഓണവിപണിയെ ഉണർത്തുവാൻ പറ്റുന്ന തരത്തിൽ വിവിധങ്ങളായ സാധന സാമഗ്രികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പച്ചക്കറികളടക്കം, പലവ്യഞ്ജനങ്ങളടക്കം, അല്ലെങ്കിൽ ഡ്രസ്സുകളടക്കം, അല്ലെങ്കിൽ ഉപ്പിലിട്ടതടക്കം വലിയ രീതിയിലേക്ക് അവർ ഒരുക്കിക്കൊണ്ടൊരു വിഭവ സമാഹരണം തന്നെ നടത്തിയിരിക്കുക. കോട്ടയംകാർ ഇരുകൈയും നീട്ടി ഈ സംരംഭത്തെ എല്ലാം സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ജില്ലാ മിഷൻ വളരെ ഗൗരവത്തോടുകൂടി കുടുംബശ്രീകളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇവിടെ ഒരു വിപണന മേള നടത്തുകയാണ്. ആ വിപണന മേളയ്ക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തുകൊണ്ട് കോട്ടയം നഗരസഭ അവരോടൊപ്പം നോക്കിയാണ്. നാടൻ രുചിയും ഗുണമേന്മയും ഉറപ്പുള്ള കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ ഓണം കുടുംബശ്രീയോടൊപ്പം എന്ന ടാഗ് ലൈനോടുകൂടിയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓണം വിപണനമേള സംഘടിപ്പിക്കുന്നത്. നാടൻ പച്ചക്കറികൾ, വൈവിധ്യമാർന്ന അച്ചാറുകൾ, ശർക്കര വരട്ടി, ചിപ്സ്, വിവിധതരം പായസം മിക്സുകൾ, ചായ, ലഘുഭക്ഷണങ്ങൾ, തുണിത്തരങ്ങൾ, അടുക്കള ഉപകരണങ്ങളായ കത്തി മുതൽ ചീനച്ചട്ടി വരെയുള്ള ഉൽപ്പന്നങ്ങൾ, കുടുംബശ്രീയുടെ ബ്രാൻഡഡ് കറി പൗഡറുകൾ, ചമ്മന്തിപ്പൊടികൾ, വിവിധതരം സ്ക്വാഷുകൾ, പച്ചക്കറി വിത്തുകൾ തുടങ്ങിയവയെല്ലാം മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ കുടുംബശ്രീയുടെ JLG അംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ച ബന്ദിപ്പൂക്കൾ മുൻകൂർ ഓർഡർ അനുസരിച്ച് വിപണനത്തിനായി എത്തിച്ചു നൽകും. ജില്ലാതല മേളയ്ക്ക് പുറമെ ജില്ലയിലെ 2 CDSകളിലും 2 ഓണം വിപണന മേളകൾ നടക്കുന്നുണ്ട്. കുടുംബശ്രീ CDS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, സംരംഭക യൂണിറ്റ് അംഗങ്ങൾ, ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.